നമസ്കാരം. ശ്രീമദ് ഭാഗവതം മൂലം പ്രഭാഷണം ഭാഗം 217 217. ഓം ഗം ഗണപതയേ നമഃ. ഓം സം സരസ്വത്യേ സ്വാഹ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം ശ്രീ രംഗനാഥശർമ്മണേ നമഃ. നാരായണ 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 നാരായണ. ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഓം ശ്രീകൃഷ്ണായ പരമാത്മനേ നമഃ. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ. ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഓം ശ്രീ രുക്മിണീ സത്യഭാമാ സമേത ശ്രീ ഗോപാലകൃഷ്ണസ്വാമിനേ നമഃ. ശ്രീമദ് ഭാഗവതം തൃതീയ സ്കന്ധം അധ്യായം 6 ശ്ലോകം 24. ഹൃദയം ച അസ്യ നിർഭിന്നം ചന്ദ്രമാധിഷ്ണ്യമാവിശത് മനസാം യേനാസോ വിക്രിയാം പ്രതിപദ്യത്തെ. ഹൃദയം ച അസ്യ നിർഭിന്നം ചന്ദ്രമാധിഷ്ണ്യമാവിശത് മനസാം യേനാസോ വിക്രിയാം പ്രതിപദ്യത്തെ. അതിൻ്റെ വാക്കാർത്ഥം പറയുമ്പോൾ ചന്ദ്രൻ ചന്ദ്രമസ് എന്നാണ് പറയുക. വികാരത്തെ സങ്കല്പം വികല്പം എന്ന ചലനതയെ ഉണ്ടാക്കുന്നു എന്നാണ്. ഈ മനസ്സാണ് ആരോഹണം അവരോഹണം ഇല്ലേ? ആരോഹണം അവരോഹണം, അതേമാതിരി ക്ഷയിക്കുക വൃദ്ധി പ്രാപിക്കുക, അത് മനസ്സാണ്. അപ്പോൾ അത് ആ മനസ്സിന് വൃദ്ധിക്ഷയങ്ങളില്ലാതെ കണ്ടാവണമെന്നുണ്ടെങ്കിൽ ഈശ്വരനിൽ അർപ്പിക്കണം. എന്നാൽ അത് കുരങ്ങനെ പോലെ ചഞ്ചലിപ്പുണ്ടാവില്ല. അപ്പോൾ അതിൻ്റെ ഭാവാർത്ഥം ഇത്രയേ ഉള്ളൂ. എന്താ? വിരാട് പുരുഷന് ഹൃദയമുണ്ടായി ആ സ്ഥാനത്തെ ചന്ദ്രൻ സ്വാംശമായ മനസ്സോടുകൂടെ പ്രവേശിച്ചു. ആ മനസ്സ് നിമിത്തം ജീവന് സങ്കല്പിക്കുവാനും സങ്കല്പിച്ചതിനെ വികൽപ്പിക്കുവാനും ശക്തി സിദ്ധിക്കുന്നു. കർമ്മം ചെയ്യാനും കർമ്മം ചെയ്യാതെയിരിക്കാനും സങ്കല്പമാണ് അല്ലേ? അപ്പോൾ ആ വികൽപ്പിക്കുവാനും ശക്തി സിദ്ധിക്കുന്നു എന്ന് പറഞ്ഞു. ഇനി അടുത്ത ശ്ലോകം 25. ആത്മാനം ച അസ്യ നിർഭിന്നം അഭിമാനോ അവിസൽപദം കർമ്മണാം യേനാസോ കർത്തവ്യം പ്രതിപദ്യത്തെ. ആത്മാനം ച അസ്യ നിർഭിന്നം അഭിമാനോ അവിസൽപദം കർമ്മണാം യേനാസോ കർത്തവ്യം പ്രതിപദ്യത്തെ. അതിൽ ആത്മാനം എന്ന് പറഞ്ഞാൽ ആത്മാവിനെ, അഹങ്കാരത്തെ എന്നും കൂടി ഒരു അർത്ഥമുണ്ട്. അതിൽ അഹങ്കാരത്തെ ശ്രീരുദ്രൻ കർത്തവ്യം ചെയ്യേണ്ടതിനെ, അതായത് അഭിമാനം ആർക്ക? ശ്രീരുദ്രന്. കർത്തവ്യം ചെയ്യേണ്ടതിനെ, കർത്തവ്യം എന്ന് പറഞ്ഞാൽ ചെയ്യേണ്ടത് ഏതാ, ചെയ്യാൻ പാടില്ലാത്തത് എന്താ, കർത്തവ്യം കടമ കടപ്പാട്, ഇതാണ് പറയണത്. അപ്പോൾ അതിൻ്റെ ഭാവാർത്ഥം എങ്ങനെ പറയാം? വിരാട് പുരുഷന് ഞാൻ എന്ന വിചാരമാകുന്ന അഹങ്കാരമുണ്ടായി. ഞാൻ എന്നുള്ളത് ശരിക്ക് അടിയൻ എന്ന് പറഞ്ഞാൽ സിൻസിയറിറ്റി, ഞാൻ എന്ന് പറഞ്ഞാൽ അഹങ്കാരമായി. എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് ആധ്യാത്മിക പാർലൻസിൽ അടിയണ്ണ പറഞ്ഞു തരുന്നത്. എത്ര വലിയ വാഗ്മിയാണെങ്കിലും അടിയൻ, അതാണ് ശരി. പക്ഷേ ഈ ഇംഗ്ലീഷ് മേധാവിത്വം അനുകരിക്കാനുള്ള ഒരു തെറ്റായ പ്രവണത നമ്മൾക്കുണ്ടായി. സർ, സ്ലേവ് ഐ റിമൈൻ എന്നാ സർ എന്നുള്ളതിൻ്റെ ഫുൾ ഫോം. സർ ഐ റിമൈൻ. അപ്പോൾ നമ്മളാരുടെയും അടിമകളല്ല, നമ്മളാരാ? ഭഗവാന്റെ അടിമകളാണ്. മനുഷ്യന്മാരുടെ അടിമകളല്ല, ഭഗവാന്റെ അടിമകളാണ്. അതാണ് അടിയൻ എന്ന് പറയാം. അപ്പോൾ പറയുന്നു, വിരാട് പുരുഷന് ഞാൻ എന്ന വിചാരമാകുന്ന അഹങ്കാരമുണ്ടായി. ശ്രീ രുദ്രൻ സ്വാംശമായ കർമ്മശക്തിയോടുകൂടെ ആ അഹങ്കാരത്തെ വാസസ്ഥാനമായി അംഗീകരിച്ചു. അതിനാൽ
ജീവൻ ദേഹാദ്യവയവത്തിൽ ദേഹവും അതിനോടുള്ള അവയവങ്ങളിലും ഞാൻ എൻ്റെ എന്നുള്ള അഭിമാനത്തോടുകൂടെ ഓരോ പ്രവർത്തികളെ നടത്തുന്നു. ആ പ്രവർത്തികൾ ഈശ്വരാർപ്പണമായിട്ട് ചെയ്താലോ നമ്മൾ രക്ഷപ്പെട്ടു. എനിക്കെന്നും എൻ്റേതെന്നും എന്ന് വരുമ്പോൾ അത് മമതയായിട്ട് മാറും. സംഗതി ഒന്നാണ്, ആ മമത നമുക്ക് ഗുണം ചെയ്യില്ല. പ്രീതികരമാവണമെങ്കിൽ അടിയനാവണം. മനസ്സിലായില്ലേ? 26-ാമത്തെ ശ്ലോകം. സത്വം ച അസ്യ വിനിർഭിന്നം മഹാൻ ധിഷ്ണ്യമുപാവിശത് ചിത്തേനാംശേന യേനാസോ വിജ്ഞാനം പ്രതിപദ്യത്തെ. സത്വം ച അസ്യ വിനിർഭിന്നം മഹാൻ ധിഷ്ണ്യമുപാവിശത് ചിത്തേനാംശേന യേനാസോ വിജ്ഞാനം പ്രതിപദ്യത്തെ. അപ്പോൾ ചിത്തം, ബ്രഹ്മദേവൻ, വിശേഷജ്ഞാനത്തെ, ഇങ്ങനെ 3 വാക്കിൻ്റെ അവിടെ വാക്കർത്ഥം വന്നിട്ടുള്ളൂ. വിജ്ഞാനം എന്ന് പറഞ്ഞാൽ വിശേഷപ്പെട്ട ജ്ഞാനം എന്ന്, ജ്ഞാനം എന്ന് പറഞ്ഞാൽ അറിവ്, നോളജ്. അപ്പം നോളജ് എന്ന് പറഞ്ഞതും നോളജ് വിച്ച് ഡിറൈവ്സ് ഫ്രം ടെക്സ്റ്റ്. ഇതങ്ങനെയല്ല. ഇത് ഈ ഭാഗവതത്തിന് ടെക്സ്റ്റ് എന്നല്ല പറയാം, ഗ്രന്ഥം എന്നാണ് പറയാം. വ്യത്യാസമുണ്ട്. അപ്പോൾ ലൗകിക ശാസ്ത്രങ്ങൾ നോളേജ് എന്നും ആധ്യാത്മികത്തിന് വിസ്ഡം, അറിവെന്നും പറയും. അതാണ് വിശേഷപ്പെട്ട ജ്ഞാനം എന്ന് പറയാൻ കാരണം. അപ്പോൾ അതിനെങ്ങനെയാണ് ഭാവാർത്ഥം പറയാം? വിരാട് പുരുഷന് ചിത്തമുണ്ടായി, ചിത്തം സ്വാംശമായ ചൈതന്യത്തോടുകൂടെ ബ്രഹ്മദേവൻ അതിനെ വാസസ്ഥാനമായിട്ട് സ്വീകരിച്ചു. ഇതൊന്നും അറിയില്ല ആൾക്കാർക്ക്. ബ്രഹ്മാവ് എവിടെ ചോദിച്ചാൽ സത്യലോകത്ത് എന്ന് പറയും. ബ്രഹ്മാവ് നമ്മുടെ ചിത്തത്തിലാണ് ഇരിക്കുന്നത്. അതറിയണ്ടേ? ഭാഗവതം പഠിച്ചാൽ മതിയോ? വായിക്കാൻ പഠിച്ചാൽ മതി പോരാ. അപ്പോൾ ചൈതന്യത്തോടുകൂടെ ബ്രഹ്മദേവൻ അതിനെ വാസസ്ഥാനമായിട്ട് സ്വീകരിച്ചു. ആ ചൈതന്യത്താൽ ജീവന് വിശേഷ ജ്ഞാനമുണ്ടാകുന്നു. ഉണ്ടാക്കിയെടുക്കണം, വിശേഷ ജ്ഞാനം ഉണ്ടാക്കിയെടുക്കണം. 27-ാമത്തെ ശ്ലോകം. ശീർഷ്ണോ അസ്യ ദൗർധര പാദ്ഭ്യാം ഘം നഭേരുദപദ്യത ഗുണാനാം വൃത്തയോ യേഷു പ്രതീയന്തേ സുരാദയാം. ശീർഷ്ണോ അസ്യ ദൗർധരോ പദ്ഭ്യാം ഘം നഭേരുദപദ്യത ഗുണാനാം വൃത്തയോ യേഷു പ്രതീയന്തേ സുരാദയാം. അതിന് വാക്കാർത്ഥം ശരിക്കും പറയുന്നുണ്ട്. അതായത് എല്ലാറ്റിനും പറയേണ്ടതെന്ന് അർത്ഥം. ശിരസിൽ നിന്ന് സ്വർഗം, പാദങ്ങളിൽ നിന്ന് ഭൂമി, നാഭിയിൽ നിന്ന് അന്തരീക്ഷ ലോകം ഉണ്ടായി. സത്വാദി ഗുണങ്ങളുടെ വൃത്തികളുള്ളവരായി ദേവാദികൾ ഉദ്ഭവിക്കുന്നു. ഇതാണ് അതിൻ്റെ വാക്കാർത്ഥം. ഇനി അതിൻ്റെ ഭാവാർത്ഥം പറയുമ്പോൾ നമുക്കൊരു ഐഡിയ കിട്ടും. വെഷ്ടി ശരീരവും സമഷ്ടി. വെഷ്ടി ശരീരം എന്ന് പറഞ്ഞാൽ ഇൻഡിവിജ്വൽ, സമഷ്ടി എന്ന് പറഞ്ഞാൽ ആസ് എ ഹോൾ, വിരാട് സ്വരൂപൻ. അപ്പോൾ വെഷ്ടി ശരീരവും ഇന്ദ്രിയങ്ങളും വിരാട് പുരുഷാംശങ്ങളാണെന്ന് ഇതുവരെ കഴിഞ്ഞ പദ്യങ്ങൾ കൊണ്ട് കാണിച്ചു. എന്ന് പറഞ്ഞാൽ ഇതൊരു ശാസ്ത്രീയ ഗ്രന്ഥമാണ് എന്ന് ഞാൻ പറഞ്ഞത് ഈ ഒരു ബേസ് വെച്ചിട്ടാണ്. നമ്മുടെ ശരീരത്തിൽ എന്തൊക്കെ സംഭവിക്കണം അതൊക്കെ തന്നെയാണ് സമഷ്ടി ചൈതന്യത്തിലും വിരാട് പുരുഷനിലും. ഈ ഒരു പഠനം അന്യഗ്രന്ഥങ്ങളിലില്ല. അതാണ് സത്യം. അത് എല്ലാവർക്കും മനസ്സിലാവാണ്ടിരിക്കാൻ കാരണം എല്ലാവരും ഇത് പഠിക്കണില്ല. എല്ലാവരും മനസ്സിലാക്കി വിചാരിക്കുക മതേതരത്വമൊന്നും ഇവിടെ ഇന്ത്യയിൽ വരില്ല. തെറ്റിദ്ധരിക്കൊന്നും വേണ്ട. മതേതരം നിൽക്കില്ല. ആർക്കെങ്കിലും ഒരു ഗുണമുള്ള ആൾക്കാർക്ക് അത് സൂപ്പർ ഇമ്പോസ് ചെയ്യാണ്ടിരിക്കാൻ പറ്റില്ല. അതാ പറഞ്ഞത്. കാരണം ഭാരതത്തിലെ സനാതനധർമ്മം എന്താണെന്ന് മനസ്സിലാക്കിയവർക്ക് പൂർണ്ണതയുണ്ട്, മറ്റുള്ളവർക്ക് പൂർണ്ണതയില്ല. ദേവന്മാർക്ക് കൂടി കിട്ടാത്തതാണ് ഈ ഭാഗവതം. അപ്പോൾ പിന്നെ നമ്മൾക്ക് അടുത്ത കാലത്തുണ്ടായിട്ടുള്ള
മതഗ്രന്ഥങ്ങളെ നമ്മൾക്ക് സ്വീകരിക്കാൻ പറ്റില്ല, ചുരുക്കി പറഞ്ഞത്. അതാണ് എൻ്റെ സത്യം. ഇപ്പോഴത്തെ പൂർണ്ണകുംഭത്തിനെ പറ്റിയിട്ടൊന്ന് ആലോചിച്ച് നോക്കൂ. 144 കൊല്ലം കഴിയുമ്പോൾ ഉണ്ടാവുന്നതാണ് പൂർണ്ണകുംഭമേള. 12 കൊല്ലം കൂടുമ്പോഴാണ് പിന്നെ ഈ കുംഭമേള നടക്കുന്നത്. 6 കൊല്ലം കൂടുമ്പോൾ ഹാഫ്. അപ്പോൾ 12 × 12 ഒരു വ്യാഴവട്ടം, അതിനാണ് 12 എന്ന് പറയാം. ആ 12 പ്രാവശ്യം വരുമ്പോഴാണ് ഈ പൂർണ്ണകുംഭമേള എന്ന് പറഞ്ഞത്. അപ്പോൾ വ്യഷ്ടി ശരീരവും ഇന്ദ്രിയങ്ങളും വിരാട് പുരുഷാംശങ്ങളാണെന്ന് ഇതുവരെ കഴിഞ്ഞ പദ്യങ്ങൾ കാണിച്ചു. ഈ പദ്യം മുതൽ ദേവാദികളുടെ വിഭാഗവും അവർക്ക് വസിപ്പാനുള്ള സ്ഥലഭേദങ്ങളും ദേവന്മാരും ഈശ്വരനും നമ്മുടെ ഉള്ളിലാണ് ഇരിക്കുന്നത് എന്നുള്ളത് സഹോദരി സഹോദരന്മാരിൽ എത്ര ആൾക്കറിയാം? എൻ്റെയും നിങ്ങളുടെയും ശരീരത്തിലാണ് എല്ലാ ദേവതമാരും ഈശ്വരനും ഇരിക്കുന്നത്. അതേപോലെ ജീവനുള്ള എല്ലാവരിലും ഈ ദേവതകളും ഈശ്വരനും ഉണ്ടെന്ന് നമ്മൾക്ക് പറയാൻ സാധിക്കാത്തതിരിക്കാൻ കാരണം നമ്മൾ നേരം വിളിച്ചായ അമ്പലത്തിലേക്ക് ഓടണത് എന്തുകൊണ്ടാണ്? നമ്മുടെ ഉള്ളിലാണെന്നുള്ളത് അറിയണില്ല. എല്ലാ അമ്പലത്തിലും പ്രതിഷ്ഠകളുണ്ട്, അഷ്ടദിക്പാലകന്മാരുണ്ട്, ഒക്കെ ഉണ്ട്. അതേപോലെ നമ്മുടെ ഉള്ളിലുണ്ട്. അപ്പോൾ പറഞ്ഞു, അവയവ വിശേഷണങ്ങളിൽ നിന്ന് തന്നെ ഉണ്ടായിരിക്കുന്നുവെന്ന് കാണിക്കുന്നു. വിരാട് പുരുഷൻ്റെ ശിരസിൽ നിന്ന് സ്വർഗലോകവും പാദങ്ങളിൽ നിന്ന് ഭൂലോകവും, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു ശ്ലോകം. ഭൂലോകവും നാഭിസ്ഥാനത്തിൽ നിന്ന് സ്വർഗത്തിനും ഭൂമിക്കും മധ്യത്തിലുള്ള സ്ഥാനമായ അന്തരീക്ഷ ലോകവും ഉണ്ടായി. സത്വാദി ഗുണങ്ങളുടെ വൃത്തികളോടുകൂടിയ ദേവമനുഷ്യാദി പ്രാണിവർഗങ്ങൾ ഈ സ്ഥാനത്തിൽ ഉത്ഭവിക്കുന്നു. ദേവമനുഷ്യാദി പ്രാണിവർഗങ്ങൾ. 28-ാമത്തെ ശ്ലോകം. ആത്യന്തികേന സത്വേന ദിവം ദേവാ പ്രവേദിരേ ധരാം രജസ്വഭാവേന പണയോ യേ ചതാനനു. ആത്യന്തികേന സത്വേന ദിവം ദേവാ പ്രവേദിരേ ധരാം രജസ്വഭാവേന പണയോ യേ ചതാനനു. ഏറ്റവും ബലവത്തായ സത്വഗുണ സ്വഭാവത്താൽ, ഏറ്റവും പ്രബലമായിട്ടുള്ളത് സത്വഗുണമാണ്. ദേവന്മാർ സ്വർഗത്തെ പ്രാപിച്ചു. അവരെന്ത് പണികളാണ് ചെയ്യുന്നത്? പ്രവൃത്തിയിൽ താല്പര്യമുള്ളവർ, അവരെ അനുസരിച്ചവരും രജോ ഗുണ സ്വഭാവത്താൽ ഭൂമിയെ പ്രാപിച്ചു. ഏതേത് ലോകത്തെ ഏതേതു പ്രാണികൾ എന്തെന്തു കാരണത്താൽ പ്രാപിച്ചു എന്നുള്ളതിനെ വിവരിക്കുന്നു. ശ്രദ്ധിക്കുക, ഏതേതു ലോകത്തെ ഏതേതു പ്രാണികൾ എന്തെന്തു കാരണത്താൽ പ്രാപിച്ചു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കണം. സത്വഗുണം അധികരിച്ചിരിക്കുന്ന ദേവന്മാർ ആ ഗുണത്തിനനുസരിച്ച സുഖഭോഗങ്ങൾ സിദ്ധിക്കാവുന്ന സ്വർഗലോകത്തിൽ ജനിക്കണം. വേദോക്തങ്ങളായ യാഗാദി കർമ്മങ്ങളിൽ തൽപരന്മാരും രജോഗുണപ്രധാനികളുമായ മനുഷ്യരും അവരെ സഹായിക്കുന്ന പശുവാദി പ്രാണിവർഗങ്ങളും, പശുവാദി എക്സെട്ര അവരുടെ കർമ്മങ്ങൾക്കനുസരിച്ച ഫലങ്ങളെ അനുഭവിപ്പാൻ ഉപകരിക്കുന്ന ഭൂലോകത്തിൽ ജനിക്കുന്നു. ഞാനും നിങ്ങളും ഈ ഭൂമണ്ഡലത്തിൽ ജനിച്ചു. വിത്ത് വാട്ട് ബാക്ക്ഗ്രൗണ്ട്? ഒരു ചോദ്യം വരുന്നുണ്ട്. എന്താണ് നമ്മുടെ ഓരോരുത്തരുടെയും ബാക്ക്ഗ്രൗണ്ട്? നമ്മുടെ ഓരോരുത്തരുടെയും കർമ്മങ്ങൾക്കനുസരിച്ച് ഫലങ്ങളെ അനുഭവിപ്പാനാണ്. അത് അന്യതാകരിക്കാൻ ഒരു ദേവന്മാർക്കും പറ്റില്ല. അപ്പോൾ പിന്നെ ക്ഷേത്രങ്ങളിൽ വഴിപാട് എന്തിനാ? സമർപ്പണം എന്ന് പറയാം. ഞാൻ ഇന്ന സമർപ്പണം ചെയ്യണു, അല്ലാണ്ട് ഇന്ന ശ്ലോകത്തിന് ഇന്ന ഗുണം കിട്ടുമെന്ന് പറയരുത്. അത് ഭാഗവതം അറിയാത്തവരെ അങ്ങനെ പറയുള്ളൂ. പ്രവേശയിലെ ഇനി 29-ാമത്തെ ശ്ലോകം. താർത്തീയേന സ്വഭാവേന ഭഗവന്നാഭിമാശ്രിത ഭഗവൻ
ഭഗവൻ അഭിം ആശ്രിത. അതായത് ഭഗവൻ നാഭിം ആശ്രിത, ഭഗവാന്റെ നാഭിയെ ആശ്രയിക്കുക എന്നർത്ഥം. ആരെ? ബ്രഹ്മാവ്. ഭഗവൻ നാഭിം ആശ്രിത ഉഭയോരന്തരം വ്യോമയേ രുദ്രപാർഷദാം ഗണാം താർത്തീയേന സ്വഭാവേന ഭഗവൻ നാഭിം ആശ്രിത ഉഭയോരന്തരം വ്യോമയേ രുദ്രപാർഷദാം ഗണാം. മൂന്നാമത്തെ ഗുണമായ തമസ്സിനെ സംബന്ധിച്ചിരിക്കുന്ന സ്വഭാവത്താൽ ഭഗവാന്റെ നാഭിയെ ആശ്രയിച്ചവർ രണ്ടു ലോകങ്ങളുടെ മധ്യത്തിലിരിക്കുന്ന അന്തരീക്ഷ ലോകത്തെ പ്രാപിച്ചു. യാതൊരുത്തർ രുദ്രപാർഷദന്മാരുടെ ഗണങ്ങളാകുന്നു. അതാണ് വാക്കാർത്ഥം. ഇനി അതിൻ്റെ ഭാവാർത്ഥം എങ്ങനെയാണ്? മൂന്നാമത്തെ ഗുണമായ തമസ് വർദ്ധിച്ചിരിക്കുന്ന സ്വഭാവം ഉള്ളവർ ഭഗവാനായ വിരാട് പുരുഷൻ്റെ നാഭിസ്ഥാനത്തെ ആശ്രയിച്ച് ജനിച്ചവരാകയാൽ നാഭിസ്ഥാനത്തിൽ നിന്നുണ്ടായതും സ്വർലോകത്തിനും ഭൂലോകത്തിനും മധ്യത്തിലിരിക്കുന്നതുമായ അന്തരീക്ഷ ലോകത്തെ ആശ്രയിച്ച് വസിക്കുന്നു. രുദ്രപാർഷദന്മാരായ ഭൂതപ്രേത പിശാചുക്കളാകുന്നു അവർ അന്തരീക്ഷത്തിൽ. ഇനി 30ാമത്തെ ശ്ലോകം വരുന്നു. മുഖതോ അവർത്തത ബ്രഹ്മപുരുഷസ്യ ഗുരുദ്വഹ യസ്തൂന്മുഖത്വാദ് വർണ്ണാനാം മുഖ്യോ അഭൂൽ ബ്രാഹ്മണോ ഗുരു. മുഖതോ അവർത്തത ബ്രഹ്മപുരുഷസ്യ ഗുരുദ്വഹ യസ്തുന്മുഖത്വാദ് വർണ്ണാനാം മുഖ്യോ അഭൂൽ ബ്രാഹ്മണോ ഗുരു. വിരാട് പുരുഷൻ്റെ മുഖത്തിൽ നിന്ന് വേദമുണ്ടായി. അതാണ് ബ്രാഹ്മണരുണ്ടായി എന്ന് പറഞ്ഞത്. മുഖത്തിൽ നിന്ന് ബ്രാഹ്മണരുണ്ടായി. വേദം അറിയുന്നവരാണ് ബ്രാഹ്മണർ. യാതൊരു ബ്രാഹ്മണൻ മുഖത്തിൽ നിന്നുണ്ടായത് ഹേതുവായിട്ട് വർണ്ണങ്ങളുടെ മുഖ്യനും ആചാര്യനുമായിട്ട് ഭവിച്ചു. ഇനി അതിൻ്റെ ഭാവാർത്ഥം പറയണു. വിരാട് പുരുഷൻ്റെ മുഖത്തിൽ നിന്ന് വേദമുണ്ടായി. വിരാട് പുരുഷൻ്റെ മുഖത്തിൽ നിന്ന് വേദമുണ്ടായി. ആ വേദത്തിൽ വിധിച്ചിരിക്കുന്ന വിധം കർമ്മങ്ങളെ അനുഷ്ഠിക്കുന്ന ബ്രാഹ്മണനും. അപ്പോൾ ബ്രാഹ്മണൻ ആരാ? വേദത്തിൽ വിധിച്ചിരിക്കുന്ന വിധം കർമ്മങ്ങളെ അനുഷ്ഠിക്കുന്നവൻ. ദഹനം ചെയ്യുന്നവരും ആനപ്പുറത്ത് കൊട ആലവട്ടം വെഞ്ചാമരം പിടിക്കുന്നതും വ്യത്യാസമുണ്ട്. പരമശൈലി ശിവേലി ബിംബം പിടിച്ച ആൾക്ക് കിട്ടുന്ന ബഹുമാനം ആലവട്ടം വീശുന്നവർക്കില്ല. പരമശമുണ്ടോ? അപ്പോൾ വേദത്തിൽ വിധിച്ചിരിക്കുന്ന വിധം കർമ്മങ്ങളെ അനുഷ്ഠിക്കണവനാണ് ബ്രാഹ്മണൻ എന്ന് പറഞ്ഞത്. ഇപ്പോൾ നാരായണ ഗുരു ബ്രാഹ്മണനാണ്. കാരണം എന്താ? ചട്ടമ്പിസ്വാകൾ ബ്രാഹ്മണനാണ്. അവർ വേദത്തിൽ പറഞ്ഞ മാതിരിയാണ് നടന്നിട്ടുള്ളത്, അല്ലാത്തവരല്ല. അപ്പോൾ മുഖത്തിൽ നിന്നുണ്ടായത് നിമിത്തം വർണ്ണങ്ങളിൽ വെച്ച് മുഖ്യനും ഇതര വർണ്ണങ്ങളുടെ ഉപദേഷ്ടാവും ബ്രാഹ്മണനാകുന്നു. ആനപ്പുറത്ത് ഇരിക്കുന്ന ആൾ അല്ല ഉദ്ദേശിച്ചത്, ദഹനിക്കുന്ന ആളേനല്ല ഉദ്ദേശിച്ചത്. ഇപ്പോൾ ഒരു പൂണോലിട്ട ആൾ അമ്പലത്തിൽ ദഹനം ചെയ്യുന്നതും മറ്റുള്ളവരുടെ വീടുകളിൽ അല്ലെങ്കിൽ അവരുടെ കല്യാണത്തിന് കോൺട്രാക്റ്റ് എടുത്ത് ചെയ്യണം കൂടി വ്യത്യാസമുണ്ട്. അത് കൂലിക്കാണ്. അവിടെ ബഹുമാനം കമ്മിയാവും. ഇതാണ് അതിൻ്റെ സത്യാവസ്ഥ. മനസ്സിലായില്ലേ? അപ്പോൾ ഉപദേഷ്ടാവണമെന്നുണ്ടെങ്കിൽ റെസ്ട്രിക്റ്റഡ് ടു ടെമ്പിൾസ് ആയിരിക്കണം. പണം ചെലവാക്കുന്നവനെ യജമാനൻ എന്നാണ് പറയാം. കൂടുതൽ അതിലേക്ക് ഞാൻ പോകണില്ല, നിങ്ങൾക്ക് വിഷമം വേണ്ട.
31-ാമത്തെ ശ്ലോകം. ബാഹുഭ്യോ അവർത്തത ക്ഷത്രം ക്ഷത്രിയസ്തനുവ്രത യോ ജാതസ്ത്രായതേ വർണ്ണാൻ പൗരുഷ കണ്ഠകക്ഷതാത്. ബാഹുഭ്യോ അവർത്തത ക്ഷത്രം ക്ഷത്രിയസ്തനുവ്രത യോ ജാതസ്ത്രായതേ വർണ്ണാൻ പൗരുഷ കണ്ഠകക്ഷതാത്. കൈകളിൽ നിന്ന് പാലനധർമ്മവും, അതാണ് ക്ഷത്രിയൻ, പാലനം, രാജാക്കന്മാർ, അതിനെ അനുസരിക്കുന്ന ക്ഷത്രിയനും ഉണ്ടായി. പുരുഷശക്തി സ്വരൂപനായിട്ട് ഉണ്ടായ യാതൊരുത്തൻ ശത്രുഭയത്തിൽ നിന്ന് വർണ്ണങ്ങളെ രക്ഷിക്കുന്നു, അതായത് ക്ഷത്രിയന്മാർ. ഇനി അതിൻ്റെ ഭാവാർത്ഥം, വിരാട് പുരുഷൻ്റെ കൈകളിൽ നിന്ന് പാലിക്കുന്നതായ ധർമ്മവും ആ ധർമ്മത്തെ മുറയ്ക്ക് നടത്തുന്ന ക്ഷത്രിയനുമുണ്ടായി. പുരുഷ ശക്തി സ്വരൂപനായി ജനിച്ച ആ ക്ഷത്രിയൻ കണ്ടകതുല്യന്മാരായ ചോരന്മാർ മുതലായ ദുർജനങ്ങളുടെ ഉപദ്രവത്തിൽ നിന്ന് സകല വർണ്ണങ്ങളെയും രക്ഷിക്കുന്നു. ബ്രാഹ്മണരെ മാത്രമല്ല, ബ്രാഹ്മണരെയും ക്ഷത്രിയൻ്റെ കുടുംബത്തെയും വൈശ്യനെയും ശൂദ്രനെയും ഒക്കെ രക്ഷിക്കണമെന്നാണ്. ഇനി 32. വിശോ അവർത്തന്ത തസ്യോർവോർലോകവൃത്തികരീ വിഭോ വൈശ്യസ്തദുൽഭവോ വാർത്താം നൃണാം യസമവർത്തയത്. കുറച്ച് നീളം കൂടിയ ശ്ലോകങ്ങളാണ്. അതായത് ഇവിടുന്ന് 40 വരെ, 37 മുതൽക്ക് 40 വരെ എല്ലാം വലിയ ശ്ലോകങ്ങളാണ്. വിശോ അവർത്തന്ത തസ്യോർവോർലോകവൃത്തികരീ വിഭോ വൈശ്യസ്തദുൽഭവോ വാർത്താം നൃണാം യാസമവർത്തയത്. വിഭുവായ അവൻ്റെ ഊരുക്കളിൽ നിന്ന്, വൈശ്യനുണ്ടായിന്നാണ് പറഞ്ഞതേ, ഊരുക്കളിൽ നിന്ന് ലോകത്തിൻ്റെ ഉപജീവനഹേതുക്കളായ വ്യവസായങ്ങളും അവയിൽ നിന്നുത്ഭവത്തോടു കൂടിയ വൈശ്യനും ഉണ്ടായി. യാതൊരുവൻ മനുഷ്യർക്ക് ഉപജീവന മാർഗത്തെ സമ്പാദിച്ചു. ഉപജീവനം, അപ്പോൾ ആനപ്പുറത്ത് കയറുക, ദണ്ണം ചെയ്യുക എന്നുള്ളത് ഉപജീവനമാണ്. അപ്പോൾ വൈശ്യന്ന അർത്ഥം വരിക. ഉപജീവനത്തിനാവുമ്പോൾ വൈശ്യന്ന പറയാം. ഇപ്പം ശൂദ്രനിൽ ദഹനം ചെയ്യുന്ന ആൾക്കാരുണ്ടല്ലോ, അവർ വൈശ്യനാണ്. ആര് എന്ത് ചെയ്യണു അതിനനുസരിച്ചിട്ടാണ് പേരും പദവിയും ഒക്കെ. അതാണ് ഞാൻ തമാശയ്ക്ക് ചോദിക്കും, ഒരു ബ്രാഹ്മണൻ, ഒരു അയ്യർ അല്ലെങ്കിൽ ഒരു നമ്പൂതിരി എന്ന് പറയാം, തൻ്റെ അച്ഛനെ ഉപചാരം ചെയ്യണില്ലെങ്കിൽ അയാളുടെ ജന്മം പൂർണ്ണമാവുമോ? ഇല്ല. അപ്പോൾ സത്യത്തിൽ ഓരോ വ്യക്തികൾക്കും ഈ 4 ഗുണം ഉണ്ടാവണം. ഏത്? പൂജ ചെയ്യുമ്പോൾ ബ്രാഹ്മണ ഗുണം വേണം, കുടുംബത്തിനെ പരിരക്ഷിക്കുമ്പോൾ ക്ഷത്രിയ ഗുണം വേണം, കുടുംബത്തിൻ്റെ ഐശ്വര്യത്തിന് ക്രയവിക്രയം ചെയ്യുമ്പോൾ വൈശ്യൻ്റെ ഗുണം വേണം, സ്വന്തം അച്ഛനമ്മമാരെ സേവ ചെയ്യുമ്പോൾ ശൂദ്രൻ്റെ ഗുണം വേണം. ഇവിടെയാണ് വിവേകം, വിശേഷപ്പെട്ട ജ്ഞാനം ഉണ്ടാവണമെന്ന് പറയാൻ കാരണം. അതറിയണമെന്നുണ്ടെങ്കിൽ ഭാഗവതത്തിൽ നാരദ പരീക്ഷ, ഭഗവാന്റെ മഹത്വം എങ്ങനെയുണ്ടെന്ന് അറിയാൻ വേണ്ടി നാരദർ 16,008 വീടുകളിൽ ഇറങ്ങിക്കയറുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം ഈശ്വരനായിട്ടും സർവേശ്വരനായിട്ടും ജഗന്നിവാസനായിട്ടും അദ്ദേഹം നമ്മൾക്ക് ഓരോ വീട്ടിലും ഓരോ കർമ്മങ്ങൾ ചെയ്ത് കാണിച്ചു തരുന്നുണ്ട്. എന്നിട്ടും നമ്മൾക്കതൊന്നും മനസ്സിലാവണില്ല. അതാ സത്യം. അപ്പോൾ ഭഗവാൻ പാല് കറക്കണോ, പശുവിനെ കുളിപ്പിക്കണോ ചെയ്യുന്നുണ്ട്. അത് വിചാരിച്ചിട്ട് അദ്ദേഹം ശൂദ്രനാണോ? അല്ല. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ
ലോകത്തിൻ്റെ ഉപജീവന ഹേതുക്കളായ കൃഷിയാദി വ്യവസായങ്ങളും ആ വ്യവസായങ്ങളെ നിർവഹിക്കുന്ന വൈശ്യനും ഭഗവാനായ വിരാട് പുരുഷൻ്റെ തുടകളിൽ നിന്നുണ്ടായി. ആ വൈശ്യൻ ലോകത്തിന് ഉപജീവനദ്രവ്യത്തെ സമ്പാദിക്കുന്നു. ബ്രാഹ്മണരിൽ കൂലിക്ക് പൂജ ചെയ്യുന്നവനെ പതിതൻ എന്നാണ് പറയുക, പതിതൻ. അപ്പോൾ നമ്പൂതിരിപ്പാടുമാർ, ഭട്ടതിരിമാർ ഈ കൂലിക്ക് പൂജ ചെയ്യുന്ന ആളിൽ നിന്ന് പ്രസാദം സ്വീകരിക്കില്ല. അവർ സോപാനത്ത് കയറി എടുക്കും, പീഠത്തു നിന്ന് എടുക്കും, അത്രയേ ഉള്ളൂ. പൂജ ചെയ്യണത് ഇയാളായിരിക്കും, അത് വേറെ കാര്യം. ഇനി 33-ാമത്തെ ശ്ലോകം ശ്രദ്ധിക്കാം. പദ്ഭ്യാം ഭഗവതോ ജജ്ഞേ ശുശ്രൂഷാധർമ്മസിദ്ധയേ. വളരെ ശ്രദ്ധിക്കേണ്ട ശ്ലോകം അത്. തസ്യാം ജാതപുരാ ശൂദ്രോ യദ്വൃത്യാ തുഷ്യതേ ഹരി. മറ്റുള്ളതിലൊന്നും ഹരി സന്തോഷിക്കുന്നുണ്ട് എന്ന് പറഞ്ഞില്ല. അത് അർത്ഥം അറിയാത്തതുകൊണ്ടാണ്. ഇതിൻ്റെ അർത്ഥം അറിഞ്ഞാൽ എല്ലാവർക്കും ശൂദ്രന്മാരായാൽ മതി എന്ന് തോന്നും. നിങ്ങൾക്ക് എത്ര ആൾക്ക് ഞാൻ പറഞ്ഞത് നിങ്ങളുടെ ഹൃദയത്തിൽ കൊണ്ടുവന്ന് എനിക്കറിയില്ല. എന്താ അതിനർത്ഥം പറയാം? പദ്ഭ്യാം ഭഗവതോ ജജ്ഞേ ശുശ്രൂഷ ധർമ്മസിദ്ധയേ തസ്യാം ജാതപുരാ ശൂദ്രോ യദ്വൃത്യാ തുഷ്യതേ ഹരി. ബാക്കി ബ്രാഹ്മണരിലും ക്ഷത്രിയന്മാരുടെയും വൈശ്യൻ്റെയിലും ശ്രീഹരി സന്തോഷിക്കണമെന്ന് പറഞ്ഞിട്ടില്ല. അതിൻ്റെ വാക്കാർത്ഥം ശ്രദ്ധിച്ചോളൂ. ഭഗവാന്റെ കാലുകളിൽ നിന്ന് ധർമ്മസിദ്ധിക്കായി കൊണ്ടുള്ള സേവാധർമ്മം ശുശ്രൂഷ സേവാധർമ്മവും അതിൽ പ്രവൃത്തിയുള്ള ശൂദ്രനും ആദ്യം തന്നെ ഉണ്ടായി. യാതൊരുവൻ്റെ വൃത്തി കൊണ്ട് ഭഗവാൻ സന്തോഷിക്കുന്നു. അപ്പോൾ ബ്രാഹ്മണ ക്ഷത്ര വൈശ്യ ശൂദ്ര എന്നുള്ളതിൽ ആരാവാനും നിങ്ങൾക്ക് ഇഷ്ടം? ഹരി ദോഷിക്കുന്നത് ശൂദ്രത്വത്തിലാണ്. സേവനം അല്ലാണ്ട് ജാതിയിൽ താണ ആൾക്കാരാന്ന് പറയണ ചില ഏഭ്യന്മാരുണ്ട്. അത് മോശമാണ്, അങ്ങനെ പറയാൻ പാടില്ല. ഭാഗവതം അറിയാണ്ടേ സംസാരിക്കണത്. ഭാഗവതം പഠിച്ചിട്ടുള്ളവർ പറയില്ല ഞങ്ങൾക്കൊരു സെറ്റപ്പ് ഉണ്ട് എന്നൊന്നും പറയില്ല. ഇത് മറുചോദ്യം ചോദിച്ചാൽ മതി. എന്തുകൊണ്ടാണ് മറ്റ് 3 എണ്ണത്തിലും ഹരി ദോഷിക്കണമെന്ന് എന്തുകൊണ്ട് പറഞ്ഞില്ല? എന്തുകൊണ്ട് ശൂദ്രത്വത്തിൽ ഹരി ദോഷിക്കണമെന്ന് പറഞ്ഞു? അവരേനെ നിങ്ങൾ തൊട്ടുകൂടാത്തവരെന്ന് വിളിക്കേണ്ടത് ശരിയായോ എന്നൊരു ചോദ്യം ചോദിച്ചാൽ എന്താ ഉത്തരം ഉണ്ടാവുക? അപ്പോൾ കർമ്മത്തിൻ്റെ സിദ്ധിക്ക് ഉപകരിക്കുന്ന സേവാധർമ്മവും വൺ ഓഫ് ദി മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ഡെഫിനിഷനാണത്. കർമ്മത്തിൻ്റെ സിദ്ധിക്ക് മറ്റുള്ളതിനൊന്നും ഇത് പറഞ്ഞിട്ടില്ല. സേവാധർമ്മവും ആ സേവാധർമ്മത്തിൽ തൽപരനായ ശൂദ്രനും ആദ്യം തന്നെ ഭഗവാന്റെ പാദങ്ങളിൽ നിന്നുണ്ടായി. ശൂദ്രൻ ചെയ്യുന്ന സേവാധർമ്മത്താൽ ഭഗവാൻ ശ്രീഹരി സന്തോഷിക്കുന്നു. ഇനി നമുക്ക് തീരുമാനിക്കാം ശൂദ്രൻ മോശമാണോ അല്ലേ എന്നുള്ളത്. ആരൊക്കെയോ പറഞ്ഞിട്ടുണ്ട് ശൂദ്രൻ മോശമാണ്, അയാൾ ശൂദ്രനാണ്. അപ്പോൾ ഞാൻ ഇവിടെ എഴുതി വെക്കട്ടെ. ഇതിൻ്റെ ഒരു പേജ് 100. അവിടെ നിർത്താം, കാരണം 29 മിനിറ്റ് ആയി. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഏവർക്കും ശ്രീ ഹരിയുടെ അനുഗ്രഹാശിസ്സുകൾ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കാം. അതോടുകൂടി ലോകാ സമസ്ത സുഖിനോ ഭവന്തു ആയിരിക്കട്ടെ.
നമ്മുടെ പ്രാർത്ഥന. നമസ്കാരം. നാളെ കാണാം.